ഇബ്ലീസിന് ഒന്നിട്ടില്ല. പക്ഷെ ഒരു കല്ല് ചങ്കിക്കൊണ്ടു എടാ കുഞ്ഞാലിക്കുട്ടി നീയും പടച്ചോനെ എവനെ കൊണ്ട് എറിയിച്ചല്ലോ. അന്നാ തൗബ ചെയ്തു മടങ്ങിയത് ഇബ്ലീസ് പടച്ചോന്റെ മുമ്പിൽ. ആ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മിണ്ടാൻ പാടില്ല. അതുപോലെ NDF-നെതിരെയും ഉണ്ടാവാൻ പാടില്ല. കാര്യം എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് കുത്തകെഴുതി കൊടുത്ത സാധന ഇസ്ലാം എന്ന് പറഞ്ഞാല്. ഇസ്ലാമും ഞാനൊരു കാര്യം, വാളിക്കോട് 5 നേരം നമസ്കരിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയാണെന്ന് അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എങ്കിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരത്തിന്റെ ബാങ്ക് കാത്തിരിക്കുന്ന ഈ ഇടവേളക്കിടയിൽ ഇപ്പോഴും മുസ്ഹഫ് തുറന്നു വെച്ച് പടച്ച തമ്പുരാന്റെ തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചരിത്രത്തെ പഠിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു, വർത്തമാന കാലഘട്ടത്തിലെ പോപ്പുലർ ഫ്രണ്ട്, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ക്യാമ്പയിൻ അവർ തന്നെ നടത്തുമ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും പഠിച്ചുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം മുസ്ലിം സഹോദര നിന്നോട് പറയുന്നു, മുസ്ലിം ഭവനങ്ങളിൽ നിന്നാണ് NDF-നും പോപ്പുലർ ഫ്രണ്ടിനും എതിരെ ഏറ്റവും വലിയ കലാപത്തിന്റെ കൊടി ഉയർന്നു വരേണ്ടത്. കാരണം ഏറ്റവും വലിയ അനിസ്ലാമികമാണ് പോപ്പുലർ ഫ്രണ്ട്, അനിസ്ലാമികമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും NDF-ന്റെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും സന്ദേശം. ഒരു സംശയവും വേണ്ട, തർക്കിക്കാൻ ഞങ്ങൾ തയ്യാർ. ഏതെങ്കിലും ഒരു മതം സമാധാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ഇസ്ലാമിൽ എവിടെയാ? പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സൂക്തം